ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നരേന് മാനസിക പ്രശ്നമുണ്ടെന്ന് മുത്തശ്ശി പറയുന്നവൾക്ക് പരിഭ്രമത്തോടെ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങുന്ന കാവേരിയും സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന നരേനും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴേക്കും വീഴാൻ പോകുന്ന കാവേരിയെ നരേൻ താങ്ങി പിടിക്കുകയാ. അങ്ങനെ അവർ പരസ്പരം കണ്ണുകളുടക്കി നോക്കി നിൽക്കുമ്പോഴാണ് അതുവഴി വരികയായിരുന്ന സീമ ആ കാഴ്ച കണ്ട് വാ പൊളിച്ചു നിൽക്കുന്നത്. ആ കാഴ്ച കണ്ട ഷോക്കിൽ പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഗ്ലാസ് ജഗ് താഴെ വീണ് പൊട്ടുകയാ. അവർ രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ചമ്മലോടെ അവരെ നോക്കി നിൽക്കുന്ന സീമയാണ് കാണുന്നത്. സ്ഥലകാല ബോധം വന്ന നരേനും പെട്ടെന്ന് കാവേരിയുടെ പിടിവിടുമ്പോഴേക്കും അവൾ നിലത്തേക്ക് വീഴുകയാ. ഇത്രയും നേരം പിടിച്ചോണ്ടിരുന്നിട്ട് എന്നെ കണ്ടപ്പോഴാ കൈ വിട്ടത് എന്നതുകൊണ്ട് സീമയും മനസ്സിൽ പറയുകയാണ്. നിലത്തേക്ക് വീണ കാവേരിയും സീമ നോക്കി നിൽക്കുന്നത് കാണേ വേദന കൊണ്ട് എഴുന്നേൽക്കാനാവാതെ അഭിനയിച്ച് നരേന് നേരെ കൈനീട്ടി പിടിച്ചേ എന്ന് പറയുന്നുണ്ട്. നരേൻ കാവേരിയെയും അവരെ നോക്കി നിൽക്കുന്ന സീമയെയും ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കുമ്പോഴേക്കും സീമയും ചമ്മലടക്കാൻ പാടുപെട്ട് അവിടെ തിരിഞ്ഞു കളിക്കുക. കാവേരി എപ്പോഴും കൈനീട്ടി എന്ന് പറയേ അവളുടെ ഒരു കയ്യ് എണീറ്റ് പോടി എവിടുന്ന് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അകത്തേക്ക് കയറി സീമയുടെ അരിയിലേക്ക് ചെന്ന് നിലത്ത് വീണ് കിടക്കുന്ന പൊട്ടിയ ജഗെല്ലാം നോക്കി നിൽക്കുമ്പോഴേക്കും സീമ പതുങ്ങി ചിരിക്കുന്നത് കണ്ട് എന്താ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു. അവളും ഒന്നുമില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് നരേൻ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. കാവേരിയും പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് സീമയെ ഒന്ന് നോക്കി പുഞ്ചിരിയോടെ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. സീമ രണ്ടുപേരും പോയ വഴിയെ മാറി മാറി നോക്കി എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നേ എന്ന് പറഞ്ഞു നിൽപ്പാ. അവിടെ അംബികാമ്മയും രഘുനാഥിനോടായി പറയുന്നുണ്ട് എന്തൊക്കെയാ ആ കുട്ടി പറഞ്ഞിട്ട് പോയത്. അത് കേട്ട് രഘുനാഥും ഇനിയിപ്പോ ആൾക്കാർ അങ്ങനെയൊക്കെ വിചാരിക്കുവോ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും നരേനും റൂമിലേക്ക് വന്ന് കയറുക. അവൻ അവിടെയുള്ള ചെയറിലിരുന്നു കൊണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നവൻ പരുങ്ങിലൂടെ പറയുമ്പോഴേക്കും സീമയും അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു പതർച്ചയോടെ എനിക്ക് കല്യാണത്തിന് സമ്മതമാ, നിങ്ങൾ പെൺകുട്ടിയെ നോക്കിക്കോ എന്ന് പറഞ്ഞവൻ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ വാർത്ത കേട്ട് മുത്തശ്ശിക്കും മുത്തശ്ശനും സന്തോഷമാവുകയാണ്. ഒരു ചമ്മലോടെ ചിരിയോടെ നരേൻ പോവാൻ തുടങ്ങുമ്പോഴാണ് വാതിക്കൽ നിൽക്കുന്ന സീമയെ കാണുന്നത്. ഒരു പരുങ്ങലോടെ കുറച്ച് സൈഡ് തരൂ എന്നവൻ സീമയോടായി പറയുമ്പോഴേക്കും അവൾ മാറിക്കൊടുക്കുക. അവൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും അതെല്ലാം ശ്രദ്ധിച്ചു നിൽക്കായിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയോടായി പറയുന്നുണ്ട് അല്ല പെട്ടെന്ന് ഇവൻ അങ്ങ് മര്യാദക്കാരനായോ എന്ന്. അംബികമ്മയും ചോദിക്കുക രഘുവേട്ടാ ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം സത്യമല്ലേ, സ്വപ്നമൊന്നും അല്ലല്ലോ എന്ന്. അതാ അംബികയെ ഞാനും ആലോചിക്കുന്നത്. കല്യാണം കഴിക്കാമെന്ന് തന്നെയല്ലേ സീമയെ നരേൻ പറഞ്ഞത് എന്ന് രഘുനാഥ് വീണ്ടും സംശയത്തോടായി സീമയോടും കൂടി ചോദിക്കുമ്പോൾ അതെ പെണ്ണ് നോക്കിക്കോളാനും പറഞ്ഞു, പക്ഷേ പെണ്ണിന് നോക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല എന്നവൾ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. പിന്നെ എന്ന് അംബികമ്മ ചോദിക്കേ നരേൻ കുഞ്ഞിന്റെ മനസ്സ് പെട്ടെന്ന് മാറാനേ ഒരു കാരണമുണ്ട് എന്നവൾ പറയേ എന്ത് കാരണ എന്ന് അംബികമ്മയും ചോദിക്കുക. എന്നെ കൺവെട്ടത്ത് കണ്ട കൊന്നു കൊല വിളിക്കുന്ന ആളല്ലേ, ഇപ്പൊ ആ പെണ്ണുങ്ങളോടുള്ള സമീപനമൊക്കെ മാറി എന്നവൾ സസ്പെൻസ് ഇടുന്നത് കണ്ട് ആവശ്യമില്ലാതെ സസ്പെൻസ് ഇടാതെ കാര്യം പറയടി എന്ന് അംബികമ്മയും ഇവിടെ ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നവൾ പറയുന്നവൾക്ക് ആക്സിഡന്റോ എന്ത് ആക്സിഡന്റ് എന്ന് രഘുനാഥും ചോദിക്കുക. അവളും ഒരു പരുങ്ങലോടെ അത് പിന്നെ ആ പെൺകുട്ടിയുടെ കാര്യം ഞാനാ പറഞ്ഞതെന്നറിഞ്ഞ നരേൻ കുഞ്ഞ് എന്നെ ശരിയാക്കും അയ്യോ എന്ന് മനസ്സിലോർത്ത് പതർച്ചയോടെ നിൽക്കുമ്പോഴേക്കും നിന്നോടാ ചോദിച്ചത് എന്ത് ആക്സിഡന്റ് ആണെന്ന് എന്ന് അംബികാമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഒരു ജാറ് നിലത്ത് വീണ് പൊട്ടി എന്നവൾ പറയുന്നവൾക്ക് മുത്തശ്ശിയും ചിരിയോടെ സീമേ നിന്റെ തലയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കെ അവളും ഇല്ലെന്ന് പറയുന്നുണ്ട്. രഘുവേട്ടൻ കേട്ടോ ഇവളുടെ കയ്യിൽ നിന്ന് ജാറ് നിലത്ത് വീണ് പൊട്ടിയത് കൊണ്ടാ നരേൻ കല്യാണത്തിന് സമ്മതിച്ചെന്ന്, ഒന്ന് പോ പെണ്ണെ അവിടുന്ന് എന്ന് അംബികാമ്മ അവളെ കളിയാക്കുന്നത് കാണേ. ഈശ്വര ഞാനിത് ആരോട് പറയും എന്ന് പറഞ്ഞ് സീമയും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവളെ ശ്രദ്ധിച്ച് അംബികാമ്മയും രഘുനാഥിനോടായി പറയുന്നുണ്ട് ഇവൾക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അംബികെ, നരേൻ പറയുന്നത് കേട്ട് എന്റെ തലയിലെ കിളി വരെ പോയി. എന്നാലും പെട്ടെന്ന് അവരുടെ മനസ്സ് മാറാൻ എന്തായിരിക്കും കാരണം എന്ന് അദ്ദേഹം സംശയത്തോടെ ചോദിക്കെ എല്ലാം ആ പെൺകുട്ടിയുടെ ഐശ്വര്യ രഘുവേട്ട കാവേരിയുടെ അവൾ ഈ വീട്ടിൽ വലതുകാല് വെച്ച് കയറിയപ്പോഴല്ലേ നരൻ ഇങ്ങനൊരു തോന്നലുണ്ടായത്. ആ കുട്ടി എവിടെ പോയാലും നല്ലതേ ഉണ്ടാവും എന്ന് മുത്തശ്ശിയും സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റലിൽ നിളയുടെ BP ചെക്ക് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് നഴ്സ്. രാത്രി ഉറക്കമൊക്കെ കുറവാ സിസ്റ്റർ എന്ന് ശാരദ പറയുകയാണ്. ശ്വാസം മുട്ടലിന്റെ ആയിരിക്കും, BP ഒക്കെ ലോയ കേട്ടോ, കണ്ടീഷൻ അത്ര ശരിയല്ലെന്ന് സിസ്റ്റർ പറയുന്നവൾക്ക് എന്ന് വെച്ചാ എന്ന് ഗംഗയും ചോദിക്കുക. അത് ഞാനല്ല ഡോക്ടറാ പറയേണ്ടത്, നിങ്ങൾ പണം അടച്ചോ എന്ന് സിസ്റ്റർ ചോദിക്കേ. അടയ്ക്കും സിസ്റ്റർ എന്ന് ഗംഗയും പറയുക. അപ്പോഴാണ് കാവേരി അങ്ങോട്ട് കയറി വരുന്നത്. പണം അടച്ചാലേ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുമെന്ന് നിങ്ങളോട് എത്ര തവണ പറഞ്ഞു, പണം അടച്ചു കഴിഞ്ഞാലേ ഇവിടെ ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യും, ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ഒക്കെ അപ്പോഴേ ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റൂ എന്ന് ഓർമ്മിപ്പിച്ച് സിസ്റ്റർ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്.
അവർ പറയുന്നത് കേൾക്കെ വിഷമത്തോടെ കണ്ണു നിറഞ്ഞു നിൽപ്പ കാവേരിയും. ഗംഗയും കാവേരിയുടെ അരികിലേക്ക് വന്ന് കേട്ടല്ലോ, പണം അടയ്ക്കാൻ എന്താടി തടസ്സം എന്ന് ചോദിക്കേ. പണം അടയ്ക്കാനല്ല ചേച്ചി, ബാങ്കിൽ നിന്ന് എടുക്കാനാ തടസ്സം എന്ന് കാവേരിയും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയാൽ മതിയായിരുന്നല്ലോ, ഇതിപ്പോ വെറുതെ വന്ന് കിടക്കുന്ന പോലെ ആയെന്ന് ശാരദയും പറയുന്നു. എല്ലാവരും കൂടി ഇവിടെ ചുറ്റിത്തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാനടി, നീ പണം എടുത്തുകൊണ്ട് വന്ന് വേഗം അടയ്ക്കാൻ നോക്ക് എന്ന് ഗംഗ പറയേ. കാവേരിയും പരങ്ങളോടെ ഞാൻ ബാങ്കിലേക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാൻ ചേച്ചി, പണം ക്രെഡിറ്റ് ആയോന്ന് അറിയാലോ, ഇപ്പൊ വരാവെന്ന് പറഞ്ഞ് അവളെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എല്ലാം കണ്ട് എന്താമ്മേ എന്നുള്ള ശാരദയോടായി ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, മോള് കിടന്നു എന്ന് അമ്മയും അവളെ ആശ്വസിപ്പിക്കുകയാണ്. അവിടെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന നിവിനരികിലിരുന്ന് അവനെ പുഞ്ചിരിയോടെ നോക്കി ഓറഞ്ചിന്റെ തൊലി കളയുകയാണ് രാഗിണി. അവനും ദേഷ്യത്തോടെ അവളെ നോക്കി മുഖം തിരിച്ചു കിടപ്പ. അവൾ അതിന്നൊരു ഓറഞ്ച് എടുത്ത് നിനക്ക് ഓറഞ്ച് വേണോ, ദാ കഴിക്കേ എന്ന് പറഞ്ഞ് അവന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവൻ മുഖം തിരിക്കുമ്പോഴേക്കും വൈറ്റമിൻ സി ഉണ്ട് ഓറഞ്ചില്, കാൽസ്യം ആഗിരണം ചെയ്യാനും കൊളേജൻ ഉണ്ടാക്കാനും ഒക്കെ വൈറ്റമിൻ സി അടിപൊളിയാ, എല്ല് കൂടി വേഗം മുറി ഉണങ്ങുമെന്ന് ദാ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും നീട്ടുമ്പോഴേക്കും നീ നിന്റെ അച്ഛന് കൊണ്ടുപോയി കൊടുക്കും ഓറഞ്ച് എന്ന് നിവിനും ദേഷ്യത്തോടു കൂടി പറയുകയാണ്. അത് കേട്ട് അവളും ചിരിയോടെ അച്ഛൻ കാരണമാ ഇപ്പൊ ഓറഞ്ച് കഴിക്കേണ്ടി വന്നത് എന്ന് പിറുപിറുക്കുന്നുണ്ട്. ഡി നീ എന്താ പറഞ്ഞേ എന്ന് നിവിൻ ചോദിക്കേ. ഞാനൊന്നും പറഞ്ഞില്ലേ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഓറഞ്ച് ഞാൻ കഴിച്ചോളാം, അതിന്റെ പേരിൽ നമ്മൾ രണ്ടുപേരും എന്തിനാ തല്ലുകൂടുന്നേ എന്ന് പറഞ്ഞവൾ ആ ഓറഞ്ച് കഴിക്കുമ്പോഴേക്കും ഓ നിനക്കൊന്ന് ഇറങ്ങി പോകാമോ ഇവിടുന്ന് എന്ന് നിവിനും ചോദിക്കുക. ടൂ ബാഡ്, വണ്ട് തട്ടി അനാഥ പ്രേതം പോലെ റോഡിൽ കിടന്നപ്പോ പിന്നാലെ അന്വേഷിച്ചു വന്ന് നിലവിളിച്ച ആളെ കൂട്ടി തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഞാൻ. സമയത്തിന് കെയറും ട്രീറ്റ്മെന്റും കിട്ടാതെ ഇവിടെ വന്ന് ഡോക്ടർമാരുടെയും അറ്റൻഡർമാരുടെ കാല് പിടിച്ച് നിന്നെ ഒരു കൊതുക് പോലും കുത്തരുതെന്ന് കരുതി AC റൂമൊക്കെ എടുത്ത് കിടത്തി അവസാനം ബോധം വന്ന് നാവ് പൊന്താറായപ്പോ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവാനോ, അത് കൊള്ളാലോ എന്നവൾ പരിഹസിക്കുന്നത് കേൾക്കേ. നിന്റെ അച്ഛൻ കാരണാടി എനിക്ക് ഈ അവസ്ഥ എന്ന് നിവിനും പറയുന്നു. അതിനവളും ചിരിയോടെ അതെ ഒരു ഭാര്യ വിചാരിച്ചാലേ കൊതുക് കുത്താതെ നോക്കാനും പറ്റും, പക്ഷേ ആന കുത്താതെ നോക്കാൻ പ്രയാസമാ എന്നവൾ പറയുന്നവൾക്ക് ഭാര്യയോ, നീയാണോ എന്റെ ഭാര്യ വൃത്തികെട്ടവളെ എന്ന് നിവിൻ പറയുമ്പോഴാണ് ഒരു സിസ്റ്റർ അങ്ങോട്ട് കയറി വരുന്നത്. സിസ്റ്ററെ കണ്ട് രാഗിണിയും ഒന്ന് അടങ്ങ് നിവിനെ, സിസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്, നീ ബോധമില്ലാതെ ചോരലിച്ച് കിടന്നപ്പോ ട്രീറ്റ് ചെയ്ത് ഈ കോലത്തിലാക്കിയത് അവരാ, നീ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കേട്ടാലേ ചെയ്തത് തെറ്റായി പോയെന്നൊരു കുറ്റബോധം തോന്നും അവർക്ക്, ചിലപ്പോ ഒന്നും രണ്ടും തുന്നിക്കൂട്ടിയിട്ടെന്നും വരും എന്നവൾ പറയുന്നവൾക്ക് എടി എന്ന ദേഷ്യത്തോടെ പല്ലിറുമുകയാ നിവിൻ. ഏതാണ്ട് ഇതുപോലെ തന്നെ എന്ന് ചിരിയോടെ രാഗിണിയും അവനോടായി പറയുക. അവരെ ശ്രദ്ധിച്ച് പരുങ്ങളോടെ നിൽക്കുകയാ സിസ്റ്ററും. അത് കണ്ട് രാഗിണിയും സിസ്റ്റർ പേടിച്ചു പോയോ, ഞങ്ങൾ തമ്മിൽ പ്രേമിക്കുന്നത് എങ്ങനെയാ, ഒരു ടോം ആൻഡ് ജെറി സ്റ്റൈല് അല്ലേ നിവിനെ എന്നവനോടായി ചോദിച്ച് സിസ്റ്ററെ അങ്ങോട്ട് വിളിക്കുക. സിസ്റ്റർ അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഞങ്ങളുടെ വഴക്കൊക്കെ കണ്ടാലേ ഭയങ്കര ശത്രുതയാണെന്ന് എല്ലാവർക്കും തോന്നും, പക്ഷേ ഉള്ളിന്റെ ഉള്ളിലെ ഭയങ്കര സ്നേഹമാ. ഞങ്ങളുടെ കല്യാണ മണ്ഡപത്തിൽ വെച്ചേ ഇവനൊരു തമാശ കാട്ടി, ആ തമാശ എന്താണെന്ന് കേട്ടാലേ നിങ്ങളൊക്കെ ചിരിച്ച് ചിരിച്ച് ചാവും. എന്റെ അച്ഛനാണെങ്കിൽ അതിനേക്കാൾ വലിയ തമാശക്കാരനാ, അതിന് ബദലായി അച്ഛനും വേറൊരു തമാശ കാട്ടി, അങ്ങനെയാ ഈ ഹോസ്പിറ്റൽ ബെഡ് വരെ എത്തിയത് എന്നവന്റെ കയ്യിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് അല്ല നിവിനെ എന്ന് രാഗിണി ചിരിയോടെ ചോദിക്കുന്നുണ്ട്. നിവിനും ദേഷ്യത്തോടെ പല്ല് ഞെരിച്ച് നിന്റെ അച്ഛനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, എന്റെ കൈ ഒന്ന് ശരിയായിക്കോട്ടെ എന്ന് തന്റെ പ്ലാസ്റ്റർ ഇട്ട കൈ നോക്കി നിവിൻ പറയുന്നുണ്ട്. അവളും ചിരിയോടെ ഇനിയും അച്ഛനെ ചൊറിയാൻ പോവാനാണ് ഭാവമെങ്കിലേ നമുക്ക് ഈ ഹോസ്പിറ്റലിലെ പാട്ടത്തിനെടുക്കുന്നതായിരിക്കും നിവിനെ ലാഭം, ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കാനുള്ളതല്ലേ എന്നവനോടായി പറഞ്ഞ് സിസ്റ്ററോടായി സിസ്റ്റർ വന്ന കാര്യം പറഞ്ഞു. ഇവ മുടിഞ്ഞ തമാശയാ, കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ജോലിയൊന്നും നടക്കൂല എന്ന് പറയേ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണമായിരുന്നു, റെഡിയല്ലേ എന്ന് സിസ്റ്ററും ചോദിക്കുക. അതേന്ന് നിവിൻ പറയേ. വീൽ ചെയർ പറയണോ എന്ന് സിസ്റ്റർ ചോദിക്കുന്നു. വേണ്ടെന്ന് നിവിൻ പറയേ. സിസ്റ്റർ പോയിക്കോ, ഞാൻ കൊണ്ടുവന്നോളാം ഈ മുതലിനെ എന്ന് രാഗിണി ചിരിയോടെ പറയേ. ശരിയെന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. നിവിനും ദേഷ്യത്തോടെ അവളുടെ കൈ വിടുവിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും സൂക്ഷിച്ച് എന്ന് രാഗിണിയും പറയുന്നുണ്ട്. മാറി നിക്കടി, എനിക്ക് ആരുടെയും സഹായം വേണ്ട, പ്രത്യേകിച്ചും നിന്റെ എന്ന് പറഞ്ഞവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും രാഗിണിയും അവന്റെ കയ്യിൽ പിടിച്ച് വാ വാ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുകയാണ്. മാറി നിക്കടി എന്നവൻ ദേഷ്യത്തോടെ വഴക്ക് പറയുമ്പോഴേക്കും ആ ശബ്ദമൊക്കെ വന്നല്ലോ എന്നവൾ ചിരിയോടെ പറയുന്നവൾക്ക് പോടി എന്ന് പറഞ്ഞ് അവളെ തട്ടി മാറ്റുകയാ നിവിനും. റിസപ്ഷനിലേക്ക് എത്തുന്ന കാവേരിയും ടെൻഷനോടെ ക്യാഷ് എങ്ങനെ സംഘടിപ്പിക്കുമെന്നറിയാതെ അവിടെയുള്ള ചെയറിലേക്ക് ഇരിപ്പാം. എങ്ങനെയെങ്കിലും നിളയുടെ ഓപ്പറേഷനുള്ള കാശ് അടയ്ക്കണമല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞവൾ വിഷമത്തോടെ അവിടെ ഇരിക്കുമ്പോഴാണ് നിവിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന നഴ്സും റിസപ്ഷനിൽ നിൽക്കുന്ന നഴ്സിന്റെ അരികിലേക്ക് വന്ന് എടി നല്ലൊരു ക്യൂട്ട് കപ്പിൾ ആടി ആ റൂമിൽ, എപ്പോഴും രണ്ടാളും തമ്മിൽ കൗണ്ടറാ, കേട്ടു നിൽക്കാൻ നല്ല രസാ എന്നവർ പറയുന്നത് കാവേരിയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തു പറ്റിയതാ എന്ന് കൂടെയുള്ള സിസ്റ്റർ ചോദിക്കേ. ബൈക്ക് ആക്സിഡന്റ് എന്നാ തോന്നുന്നത്, ഹസ്ബൻഡിന് പരിക്ക് എന്നവൾ പറയേ. കാര്യമായിട്ട് എന്തെങ്കിലും എന്ന് കൂടെയുള്ള സിസ്റ്റർ ചോദിക്കുന്നു. ഇല്ലടി, മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവും. ആ വൈഫിന് എന്ത് സ്നേഹാന്നറിയോ ആ ഹസ്ബൻഡിനോട് എന്നാ സിസ്റ്റർ പറഞ്ഞു നിർത്തുമ്പോഴേക്കും വാക്കറിൽ ചാടി ചാടി നിവിനും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും അഗ്നിയും പുറകെ വന്ന് ഏയ് നിവിൻ
എന്ന് വിളിക്കുമ്പോഴാണ് കാവേരി അത് ശ്രദ്ധിക്കുന്നത്. അവരെ കാണുന്ന സിസ്റ്ററും ദേ ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞത് എന്ന് കൂടെയുള്ള സിസ്റ്ററോടായി പറയുന്നു. കാവേരിയും അത് ശ്രദ്ധിച്ച് അവരെ തന്നെ നോക്കി നിൽപ്പാം. രാഗിണിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി നിവിൻ നടന്നു നീങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് വീഴാൻ പോകുന്നത് കണ്ട് രാഗിണി ഓടിച്ചെന്ന് അവനെ പിടിക്കുകയാണ്. ആ കാഴ്ച കാണുന്ന കാവേരിയും എഴുന്നേറ്റ് വിഷമത്തോടെ അത് നോക്കി നിൽപ്പാ. പിന്നീട് അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ സമയത്ത് എന്താ കാവേരി നീ ആലോചിക്കുന്നത്? പണം ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്ക് എന്ന് മനസ്സിൽ സ്വയം സമാധാനിപ്പിച്ച് അവൾ അവിടെ നിന്ന് പോവുകയാണ്. നിവിൻ അപ്പോഴേക്കും രാഗിണിയെ തട്ടി മാറ്റുന്നുണ്ട്. വിടടി എന്നെ എന്ന് പറഞ്ഞ് നിവിൻ തനിയെ സ്കാനിംഗ് റൂമിലോട്ട് പോവുകയാണ്. നിവിനെ എന്ന് വിളിച്ച് രാഗിണി ഒരു നിമിഷം വിഷമത്തോടെ നിന്ന് അവന്റെ പുറകെ പോകുന്നുണ്ട്. അവിടെ ഹാളിലെ സോഫയിലിരുന്ന് ലാപ്പിൽ മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് നരേൻ. ഗായത്രി ശിവരാജനെയും കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ഗായത്രി അവനെ സന്തോഷത്തോടെ നോക്കി നിൽക്കണ കണ്ട് ഇവളെന്താ ഇവനെ ആദ്യമായിട്ട് കാണാണോ എന്ന് ശിവരാജനും ചോദിക്കുക. എന്ന് പറഞ്ഞ് ഗായത്രി വിളിക്കുമ്പോഴേക്കും കൊല്ലാൻ കൊണ്ടുപോവാണോ എന്ന് പറഞ്ഞ് ശിവരാജനും അവളുടെ പുറകെ നരേന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവർ അവന്റെ അരിയിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഗായത്രി ചോദിക്കുന്നുണ്ട്, എടാ നീ ഇവിടെ എന്ത് ചെയ്യുവാന്ന്? അറ്റ് വർക്ക് എന്നവൻ പറയേ, നീ പറഞ്ഞിട്ടല്ലേ ഇന്ന് പെണ്ണ് കാണൽ നിശ്ചയിച്ചത് എന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട്. സെക്കൻഡേ എന്ന് പറഞ്ഞവൻ തന്റെ വർക്ക് തീർത്ത് ലാപ്പടച്ച് സോറി കുറച്ച് ഇമ്പോർട്ടന്റ് മെയിൽ അയക്കാനുണ്ടായിരുന്നു പറഞ്ഞു എന്ന് പറയേ ഗായത്രി പറയുന്നു. പറയാനോ? എടാ പെട്ടെന്ന് റെഡിയാവുന്നു. എന്തിന്? എനിക്കിന്ന് അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ എന്ന് നരേനും ചോദിക്കും. എടാ പെണ്ണ് കാണലല്ലേ? നിന്റെ പെണ്ണ് കാണൽ ഇന്നാ എന്ന് ഗായത്രി പറയുന്നയാൾക്ക് പെണ്ണ് കാണലോ എന്ന് സംശയത്തോടെ നരേനും ചോദിക്കുന്നുണ്ട്. എടാ കളിക്കല്ലേ, നീ പറഞ്ഞിട്ടല്ലേ പെണ്ണിനോടും വീട്ടുകാരോടും വരാൻ പറഞ്ഞേ എന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട്. ഓ പെണ്ണ് കാണല്? അല്ല ഈ പെൺവീട്ടുകാരെ ഇങ്ങോട്ടല്ലേ വരുന്നതില്ലേ അമ്മേ? പിന്നെന്തിനാ ഞാൻ റെഡിയാവണേ എന്ന് നരേനും ചോദിക്കും. ഈ വേഷത്തിലാണോ പെണ്ണ് കാണാൻ പോകുന്നേ എന്നിളയമ്മ ചോദിക്കേ. സോ വാട്ട്, ഈ വേഷത്തിന് എന്താ കുഴപ്പം എന്ന് നരേനും ചോദിക്കും. ശിവേട്ട ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് എന്ന് ഗായത്രി ശിവരാജനോടായി പറയുമ്പോഴേക്കും ഇതിനൊക്കെ ഞാൻ എന്ത് പറയാനാ എന്ന് ശിവരാജനും നരേനും ചോദിക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്താ ഇത്ര സ്പെഷ്യാലിറ്റി? COVID-19 ശേഷം ലോകം മൊത്തം മാറിയില്ലേ? മീറ്റിംഗ്സ് ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. ഈ സ്യൂട്ടും ടൈയും ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? എന്തിന് ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് സൈൻ ചെയ്തില്ല കോടികളുടെ കോൺട്രാക്ട് എന്നും പറയേ. കമ്പനി സൈൻ ചെയ്യുന്ന കോൺട്രാക്ട് പോലെയാണോ കല്യാണം എന്ന് ഗായത്രി ചോദിക്കേ. പിന്നല്ലാതെ ആണും പെണ്ണും സൈൻ ചെയ്യുന്ന ഒരു കോൺട്രാക്ട് അല്ലേ കല്യാണം എന്ന് ചിരിയോടെ നരേനും ചോദിക്കുന്നുണ്ട്. ഗായത്രിയും ശിവരാജനോടായി ശിവേട്ട എന്നെ കൊണ്ട് വയ്യ, പെൺ വീട്ടുകാർ വരുന്നത് കൊണ്ട് ഒരു 100 കൂട്ടം പണി കിടപ്പുണ്ട് അടുക്കളയില്, ശിവേട്ടനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് എന്ന് ഗായത്രി പറയേ. ഞാൻ എങ്ങനെയാ ഗായത്രി എന്ന് ശിവരാജനും ചോദിക്കുക. ഗായത്രി ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് ശരിയാ, ഞാനല്ലാതെ വേറെ ആരാ ഇവന് പറഞ്ഞു കൊടുക്കുക? ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് ശിവരാജൻ പറയുന്നത് കേൾക്കെ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഗായത്രി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അവൾ പോയി കഴിയുമ്പോഴേക്കും ശിവരാജനും നരേനോടായി നരേമോനെ ആണും പെണ്ണും തമ്മിലുള്ള കോൺട്രാക്ട് എന്നും പറഞ്ഞ് കല്യാണത്തെ നീ അവഹേളിക്കരുത്, അതൊരു ദിവ്യമായ എന്ന് പറഞ്ഞ് ഗായത്രി പോയെന്ന് ഉറപ്പുവരുത്തി തേങ്ങാക്കൊലയാണെന്നൊക്കെ ആളുകൾ പറയും. അതിൽ പെട്ടുപോയവർക്ക്, ഈ വാരിക്കുഴിയിൽ വീണുകിടക്കുന്നവർക്ക് മറ്റുള്ളവര് സ്വതന്ത്രരായി നടക്കുന്നത് കാണുമ്പോഴുള്ള ഒരു അസൂയുണ്ടല്ലോ, അങ്ങനെ ഓരോരുത്തരും കല്യാണത്തിന് നിർബന്ധിക്കുന്നത്. വാസ്തവത്തിൽ നീ പറഞ്ഞ കോൺട്രാക്ടിനേക്കാൾ മോശമാടാ ഈ മാരേജ്. കോൺട്രാക്ടിനൊക്കെ ഒരു കാലാവധി ഇല്ലയോ? ആ കാലാവധി കഴിഞ്ഞാൽ രണ്ടുപേർക്കും സ്നേഹപൂർവ്വം അങ്ങ് പിരിയാലോ. കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? ജീവിതാവസാനം വരെയുള്ളൊരു കുരുക്ക. കെട്ടുന്നത് നമ്മൾ ആണുങ്ങള്, കുരുങ്ങുന്നതും നമ്മൾ ആണുങ്ങള്. അതുകൊണ്ട് നമുക്ക് താല്പര്യമില്ലാതെ ഈ വേലിയെ അങ്ങോട്ട് ഒഴിപ്പിച്ചു വിടാമെന്ന് വെച്ചാ തീർന്നേ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ് പ്രശ്നങ്ങളോട് പ്രശ്നം. കുടുംബ കോടതി, ഹിയറിങ്, തെളിവ് നിരത്തില്, വക്കീൽ ഫീസ്, ഇതെല്ലാം കൂടി ഓർക്കുമ്പോഴാ പുല്ല് വേണ്ടാന്നും പറഞ്ഞ് പിന്നെ നമ്മൾ ഈ കയ്പ് നീരങ്ങ് കുടിക്കും. ഡിവോഴ്സ് കേസിന് പോയാലോ പരസ്പരമുള്ള വീതം വെപ്പും, ഓഹരി കൊടുത്തു തീർക്കൽ, ജീവനാംശം, മക്കളുടെ അവകാശം, കടിച്ച പാമ്പ് വിടില്ലെന്നും പറഞ്ഞ് ജീവിതാവസാനം വരെ അങ്ങ് തുടരും. മോനെ നരനെ കൊച്ചച്ഛൻ സ്നേഹം കൊണ്ട് പറയുക, മക്കളൊന്നും ഇതിൽ പോയി തല വെക്കരുത്. അയ്യോ എനിക്കൊക്കെ പറ്റിയത് പറ്റി. കല്യാണം കഴിഞ്ഞ കാല് കെട്ടിയതിന് തുല്യമാ. നിനക്ക് ഇപ്പോഴത്തെ പോലെ എവിടെയെങ്കിലും സമാധാനമായിട്ട് പോവാനോ വരാനോ പറ്റോ? എന്തെങ്കിലും ഒരു ജോലി സമാധാനമായിട്ട് ചെയ്യാൻ പറ്റോ? ദേ ഗർഭം, പ്രസവം, പോഷകാഹാരം, ശിശുപരിപാലനം, വാക്സിനേഷൻ, ഈ അംഗൻവാടിയിൽ വെച്ചേക്കുന്ന പോസ്റ്റർ പോലെയാവും ജീവിതം. എന്തിനധികം നിനക്കിപ്പോ ഇവിടെ ഇരുന്ന് ചെയ്തതുപോലെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റോ? ദേ മക്കൾ ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് ജോലി ചെയ്യുമ്പോ നിന്റെ അടുത്ത് പെണ്ണും പിള്ള കുണുങ്ങി വരും. എന്ത് ചെയ്യുവാ ചേട്ടാന്ന് ചോദിച്ച് നിനക്ക് വല്ലതും മര്യാദയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ? ഇപ്പൊ മോന് മനസ്സിലായില്ലേ ഇമാതിരി ഒരു ഊര കൊടുക്ക കല്യാണമെന്ന്? അപ്പൊ ഇനിയും മോന് കല്യാണം വേണോ എന്ന് ശിവരാജൻ ചോദിക്കുക. വേണം എന്ന് നരേന്റെ മറുപടികൾക്ക് ഒരു ഞെട്ടലോടെ എന്താ എന്ന് ശിവരാജൻ ചോദിക്കുക. കല്യാണം വേണമെന്ന് അവൻ വീണ്ടും ഉറപ്പിച്ചു പറയുമ്പോഴേക്കും അല്ല ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ കുട്ടിക്ക് എന്ന് ശിവരാജൻ ചോദിക്കുന്നുണ്ട്. നരേനും ഒരു ചിരിയോടെ മനസ്സിലായി. തൽക്കാലം ഞാനാ കുടുക്കിലൊന്ന് പോയി പെട്ടു നോക്കട്ടെ. ഒരാ കുടുക്കിലേ എന്ന് പറഞ്ഞ് നരേൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. നീയൊന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം വറ്റിയത് മിച്ചം എന്ന് പറഞ്ഞിരിപ്പാ ശിവരാജൻ. ക്യാഷിന്റെ കാര്യമോർത്ത് കാവേരി ഹോസ്പിറ്റലിലൂടെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് അതിലെ ഓടി വരികയായിരുന്ന രാഗിണിയും അവളും തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. കാവേരി പെട്ടെന്ന് സോറി പറയുമ്പോഴേക്കും തല ഉയർത്തി നോക്കിയ രാഗിണിയും കാവേരിയെ കണ്ട്
നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുന്നു. വീണ്ടും അവൾ കാവേരിയുടെ അരികിലേക്ക് വന്ന് നിന്നോടാ ചോദിച്ചത്, നീ എന്താ ഇവിടെ എന്ന്. അത് കേട്ട് കാവേരിയും ദേഷ്യത്തോടെ, എന്താ ഈ ഹോസ്പിറ്റൽ നിന്റെ അച്ഛന്റെ വകയാണ്, എനിക്കിവിടെ വരാൻ പാടില്ലേ എന്ന് ചോദിക്കേ, എന്താ നീ നിവിനെ റൂമിൽ പോയി കണ്ടിട്ട് വരിക എന്ന് രാഗിണി ചോദിക്കുന്നു. ആർക്ക് വേണമെടി നിന്റെ ഭർത്താവിനെ? എനിക്ക് നിവിനെ വേണമായിരുന്നെങ്കിലേ ഇങ്ങനെയൊന്നും ഞൊടിച്ചാൽ മാത്രം മതിയായിരുന്നു. മണ്ഡപത്തിൽ നിന്ന് നിന്നെ കാലിൽ വാരി തൂക്കി എറിഞ്ഞിട്ട് നിവിൻ എന്നെ കൈപിടിച്ച് കയറ്റുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ടോടി നിനക്ക്? ഞാൻ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞ ജീവിതമാടി നീ സ്വർഗമാണെന്നും പറഞ്ഞ് കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്റെ ദയ, എന്റെ ഭിക്ഷ എന്ന് കാവേരി പറയുന്ന കേൾക്കെ രാഗിണി അവളെ അടിക്കാനായി ചെല്ലുമ്പോഴേക്കും കാവേരിയും അടിക്കാനൊങ്ങിയ അവളുടെ കൈ പിടിച്ച് തടഞ്ഞു നിർത്തുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. പെൺവീട്ടുകാർ നരേന്റെ വീട്ടിലെത്തുന്നതും നരേൻ ആ പെൺകുട്ടിയുമായി സംസാരിക്കുകയും കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് അവർ ഇറങ്ങി പോകുന്നതും കല്യാണം മുടങ്ങിയ വിഷമത്തിൽ മുത്തശ്ശിക്ക് വീണ്ടും നെഞ്ചുവേദന ഉണ്ടാകുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.